നമസ്കാരം എൻ്റെ എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. ഇന്ന് നല്ലൊരു ദിവസമാണ്, ദീപാവലിയാണ് അല്ലേ? അന്നേരം ആദ്യം തന്നെ എൻ്റെ എല്ലാ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും എൻ്റെ സുഹൃത്തുക്കളും എല്ലാം ഹാപ്പി ദിവാലി. ഹാപ്പി ദിവാലി. മ്യൂസിക്കൊക്കെ ഇട്ട് പടക്കങ്ങളൊക്കെ പടപടപടപടാ അടിയില്ലേ? അന്നേരം നല്ലൊരു ദിവസം. ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അതിനുശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നു കയറാം. ആദ്യം പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഡേറ്റ് അനൗൺസ് ചെയ്തു, അന്ന് തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. നിങ്ങൾക്ക് കൃത്യമായിട്ടും എൻ്റെ എല്ലാ പരീക്ഷ വരെ ഡിസംബർ 18-ാം തീയതി പരീക്ഷ തുടങ്ങുന്നു. ഫിസിക്സ് തന്നെയാണ് തുടങ്ങുന്നത്. അന്ന് വരെയുള്ള എല്ലാ രീതിയിലുള്ള എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മോട്ടിവേഷൻ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഫുൾ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ചെയ്തു തരും. അത് സംശയം വേണ്ട. നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടെന്ന് പറയുന്നത് ചുമ്മാ ഒരു ഓവർ കോൺഫിഡൻസിലോ ചുമ്മാ എന്ന് പറയുന്നതല്ല. ഞാൻ എത്ര സ്ട്രെയിൻ എടുത്താലും നിങ്ങളോടൊപ്പം ഉറപ്പായിട്ട് ഞാൻ കാണും. ഇന്നലെ വളരെ സന്തോഷമായിട്ടൊരു ദിവസമായിട്ട് തോന്നി. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. 20K സബ്സ്ക്രൈബേഴ്സ്. യൂട്യൂബ് എന്ന് പറയുന്നതിന് അവിചാരിതമായി വന്ന ഒരാളാണ് ഞാൻ. 20K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന 20,000 പേര് നമ്മളെ ഫോളോ ചെയ്യുന്നു പറയുന്നത് വളരെ സന്തോഷം. ഓരോ കുട്ടികളും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തതുമാണ് എനിക്കിത് കിട്ടിയെന്ന് എനിക്ക് 100% ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ +1 ഇംപ്രൂവ്മെന്റിലെ അല്ലെങ്കിൽ +2-ലെ കുട്ടികളാണ്. ഉറപ്പായിട്ടും എല്ലാവരോടും ഒരുപാട് നന്ദി. കൂടുതൽ ഷെയർ ചെയ്യുക. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സിൽ ഇപ്പോഴും കാണാൻ തുടങ്ങുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അന്നേരം ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെ എനിക്ക് കിട്ടുന്ന മോട്ടിവേഷൻ തന്നെയാണ് ഉറപ്പായിട്ടും. അന്നേരം കഴിഞ്ഞ ദിവസം ഒരു വളരെ ഒരു നല്ല സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു കേട്ടപ്പോൾ ഒരു വിഷമം തോന്നിയൊരു കാര്യം. ഒരു കുട്ടി എൻ്റെ ഓൺലൈനിലെ ഒരു കുട്ടി തന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, സാറേ എൻ്റെ സ്കൂളിൽ തന്നെ 1-2 കുട്ടികൾക്ക് കൂടെ ഓൺലൈനിൽ ചേരാൻ താല്പര്യമുണ്ട്, സാറിനെ വിളിക്കാനൊരു പേടി, അതുകൊണ്ട് ഞാനൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് അവർ ചേർക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വേണ്ട. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു അധ്യാപകനാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സുഹൃത്താണ്. ഉറപ്പായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും എപ്പോഴും. നമ്മൾ +1 കഴിഞ്ഞാലും +2 കഴിഞ്ഞാലും ഇംപ്രൂവ്മെന്റ് കഴിഞ്ഞാലും +2 കഴിഞ്ഞാലും എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കണം. ഒരു അധ്യാപകൻ നല്ലൊരു സുഹൃത്തായിരിക്കണം, വഴികാട്ടിയായിരിക്കണം, ഇതെല്ലാം ആയിരിക്കണം. അങ്ങനെയാണ് ഞാൻ. നല്ലൊരു സുഹൃത്തായിരിക്കും നിങ്ങൾക്ക് എന്നെ വിളിക്കുന്നതിലൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഒരുപാട് സമയം ക്ലാസ്സുകൾ എടുക്കുന്നതുകൊണ്ടും ഒരുപാട് മെസ്സേജുകളൊക്കെ ചില ഇപ്പം കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് വരെ കട്ടയ്ക്ക് നിൽക്കണം. കാരണം ഒരു തമാശ രീതിയിലല്ല നമ്മൾ +1 കഴിഞ്ഞപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞത് 3 മാസം കൊണ്ട് തീർക്കും, ഫുൾ പോർഷൻ തീർക്കും എന്ന് പറയുമ്പോൾ ഞാനത് സ്ഥിരമായി ചെയ്തു വരുന്നതുകൊണ്ട് സ്ട്രെയിനായിട്ട് എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് ഞാൻ എൻ്റെ 10-12 വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. 100% റിസൾട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് യൂട്യൂബ് ചാനൽ കാണുമായിരിക്കാം. ഒരുപക്ഷെ +1 ഇംപ്രൂവ്മെന്റ് നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൃത്യമായി റെഗുലറായി ക്ലാസ്സുകൾ പോകുന്നത് ഒരുപക്ഷെ നമ്മുടെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. എനിക്ക് വേറെ അറിയത്തില്ല, ഞാൻ കണ്ടേക്കുന്നില്ല. കാരണം അത് എടുക്കുന്നത് അധ്യാപകർക്ക് നല്ല സ്ട്രെയിനാണ്. കാരണം 1 വർഷത്തെ ടോപ്പിക്ക് 3 മാസം കൊണ്ട് എടുക്കാന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഇനിയും നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് എത്തിക്കഴിഞ്ഞു. തെർമൽ പ്രോപ്പർട്ടീസ് ആണ്. ഇനി 2 ചെറിയ ചാപ്റ്ററാണ്. അത് നമുക്ക് അതിനോടൊപ്പം തന്നെ ഞാൻ തിങ്കൾ മുതൽ ഞായർ വരെ വർക്ക് ചെയ്യാൻ ഞാൻ റെഡിയാണ്. നിങ്ങൾക്ക് വേണ്ടി ബാക്കിയുള്ള ക്ലാസ്സുകളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി ഞാൻ റെഡിയാണ്. നിങ്ങൾ റെഡിയായാൽ മാത്രം മതി. റെഡിയാന്നല്ല, നിങ്ങൾ റെഡിയാകണം. നിങ്ങൾക്ക് മാർക്ക് മേടിക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അന്നേരം ഒരു 20K സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. എൻ്റെ കുട്ടികൾ തന്നെ നമ്മളെ ഷെയർ ചെയ്ത് ഉയർത്തിക്കൊണ്ട് വരികയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഭയങ്കരമായിട്ടുള്ള സന്തോഷം തോന്നി. അത് ഒരുപാട് താങ്ക്സ് എല്ലാവരോടും താങ്ക്സ്. അന്നേരം ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. പരീക്ഷയുടെ ഈ ഡിസംബർ 18-നുള്ളിൽ ഞാൻ തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത, ഞാൻ പല കുട്ടികളോടും പറഞ്ഞ രീതികളും മാർക്ക് മേടിപ്പിച്ച രീതികളും കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടുന്നതും പഠിക്കുന്ന രീതികളും മാർക്ക് മേടിക്കാനുള്ള ടിപ്പുകൾ ഒരിക്കലും നിങ്ങളൊരു ക്ലാസ്സിൽ ഒരു ചാനലിലോ ഒരു അധ്യാപകർ നോക്കുന്ന ഇങ്ങനെ പ്രതീക്ഷിക്കരുത്. അത് നിങ്ങൾ തെറ്റായ ഒരു മിസ്ഗൈഡിങ് ആണെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഒരു 10 ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് പോകാം, അല്ലെങ്കിൽ ഈ ഇത്രയും ചാപ്റ്റർ മാത്രം നോക്കിയാൽ മതി. ഒരിക്കലും പാടില്ല. അത് നിങ്ങൾ ചെയ്യുന്നത് അധ്യാപകരായാലും അതൊരു മിസ്ഗൈഡിങ് തന്നെയാണ്.
കാരണം +1 +2 ഒരിക്കലും ഒരു പ്രവചനാതീതമായ ഇതാണ്. എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോയാൽ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ കഷ്ടപ്പെട്ട് പഠിക്കണം. എന്നെ ഒരുപാട് കുട്ടികൾ പഠിച്ചിട്ട് ചോദിച്ചു, സാറേ എളുപ്പമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന്, അങ്ങനെയാണെങ്കിൽ പിന്നെ പരീക്ഷകളൊക്കെ എന്തായിരിക്കാം. ശരിക്കും കഷ്ടപ്പെടണം. അതുപോലെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചാൽ നല്ലപോലെ മാർക്ക് കിട്ടും. നിങ്ങൾ എളുപ്പ വഴി തിരഞ്ഞെടുക്കാതിരിക്കുക. നിങ്ങൾ നന്നായിട്ട് ഒരു ദിവസം ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ എല്ലാ വീഡിയോകളും നിങ്ങൾ കണ്ടു നോക്കുക. ഈ പറഞ്ഞ പോലെ മോട്ടിവേഷൻ വീഡിയോ ഒരെണ്ണം ചെയ്ത് ഞാൻ ഇനിയും ചെയ്യും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടി കുറേ വീഡിയോസ് പരീക്ഷയ്ക്ക് മുമ്പേ. അതെല്ലാം നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒരു റീഫ്രഷ്മെന്റ് ആയിരിക്കും ഉറപ്പായിട്ട്. അത് സംശയം വേണ്ട. എൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായ കാര്യങ്ങൾ മാത്രമാണ്, അല്ലാതെ ഇത് ബുക്കുകളിൽ നിന്ന് വായിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നുമേ അല്ല. അധ്യാപകനുള്ള 17 വർഷം കൊണ്ട് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ പഠിത്തത്തിൻ്റെ രീതികളൊക്കെ ഞാൻ ഷെയർ ചെയ്യും, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ളൂ. അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ ഒരു രീതിയിലും നെഗറ്റീവിലോട്ടോ താഴെ ഒന്നും വേണ്ട. 5 മാർക്ക് 60ൽ 5 മാർക്ക് മേടിച്ചവർക്കും A+ മേടിക്കാം. 60ൽ 55 മാർക്ക് മേടിച്ചിട്ടുള്ളവർക്ക് ഫുൾ മാർക്കും മേടിക്കാം. അതാണ് പുത്തനായിട്ട് വരുന്ന +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ പ്രത്യേകത. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് കഷ്ടപ്പെടണം. അതിന് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല, ഒരു പ്രശ്നമില്ല. ഫിസിക്സിനെ സംബന്ധിച്ചില്ല യാതൊരു ടെൻഷൻ വേണം. അന്നേരം ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ +2 ആണെങ്കിൽ തന്നെ എല്ലാവരും ചോദിക്കുന്നു +2. ഞാൻ ഉറപ്പായിട്ടും പറയും, +2 നിങ്ങൾ പരീക്ഷ തീരുന്നവർ, +1 ഇംപ്രൂവ്മെന്റ് തീരുന്നവരെ, +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുന്നവർ ഒരിക്കലും നിങ്ങൾ +1 +2 അതുവരെ പഠിക്കണം. നിങ്ങൾ അതിനുശേഷം +2 5-6 മാസം കാണും. ജൂണിലൊക്കെ പരീക്ഷ കാണത്തുള്ളൂ. 5-6 മാസം കാണും. ഉറപ്പായിട്ടും അന്നേരം നന്നായിട്ട് പഠിക്കാം. ഞാൻ എൻ്റെ ഓൺലൈൻ കുട്ടികളോടൊക്കെ പറയണം. അന്നേരം നിങ്ങളോട് പബ്ലിക്കായിട്ട് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതുവരെ നിങ്ങൾ ഡിസംബർ 23-ാം തീയതി പരീക്ഷ തീരുന്നവരെ നിങ്ങൾ +1 പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം സ്റ്റേറ്റ് സിലബസിൽ വലിയൊരു ഘടകമാണ് +1 മാർക്ക്. +1 +2 ഇപ്പം നിങ്ങൾ +1 കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് +2 പഠിച്ചാലും ഈ 2 മാർക്ക് കൂട്ടുമ്പോൾ ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടണമെന്ന് ഇല്ല. വളരെ പോയിന്റാണ്, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. നിങ്ങൾ കഷ്ടപ്പെടുക. ഇപ്പം എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട്, ഇപ്പം ഞാൻ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചേരാം. ഇപ്പം ഡേറ്റ് ക്ലോസ് ചെയ്യുന്നതോ ഓപ്പൺ ചെയ്യുന്നതൊന്നും ഞാൻ വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വിളിക്കാം, ചേരാം. ഒരു ടെൻഷൻ ഇല്ലാതെ പഠിച്ചിട്ട് ഉറപ്പായിട്ടും ഞാൻ തന്നെയാണ് പറയുന്നത് 2 മാസം റിവൈസും ചെയ്ത് നിങ്ങളെ അടിപൊളിയായിട്ട് പരീക്ഷയ്ക്ക് +2 വിടും. എന്നാലും എല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ട്, സാറേ 2000 രൂപ മാത്രം വെച്ചത് എപ്പോഴും ഞാൻ എടുത്തു പറയുന്നത് എല്ലാ കുട്ടികൾക്കും ചേരാൻ വേണ്ടിയാണ്. എനിക്ക് 5000 രൂപ 6000 രൂപ 7000 രൂപ വെച്ചാലും കുട്ടികൾ ചേരുന്ന കുട്ടികൾ ഉറപ്പായിട്ടും കാണും. പക്ഷേ കേരളത്തിലുള്ള കുട്ടികൾക്ക് ഗിരീഷ് സാറിന്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നവർക്ക്, ഞാൻ എപ്പോഴും പറയുന്നത് ഗിരീഷ് സാറിന്റെ ക്ലാസ്, എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഫുള്ള് ക്ലാസ്സും ഫുള്ള് നോട്ട്സും, ഇപ്പൊ ഇതുവരെ പഠിപ്പിച്ചതാണെങ്കിൽ ഇതുവരെ പഠിപ്പിച്ച ഫുള്ള് ക്ലാസ്സും നോട്ട്സും തന്നിട്ടായിരിക്കും ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത്. അന്നേരം അതിനൊക്കെ ഞാൻ കട്ട സപ്പോർട്ട് നിങ്ങളോടൊപ്പം കാണും. നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട, യാതൊന്നും വേണ്ട. നല്ല അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രം മതി. എന്നാൽ നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസിലേക്ക് കിടക്കുന്നു. അധികം സംസാരിക്കുന്നില്ല. ഇപ്പം തന്നെ കുറച്ച് സംസാരിച്ചല്ലേ? ഓക്കെ, അതൊരു തുടക്കം അങ്ങനെയാണല്ലോ, നമ്മൾ അങ്ങനെ തന്നെയാണ് തുടങ്ങിയത് ഫസ്റ്റ് മുതൽ. അന്നേരം തെർമൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കുറേ കാര്യങ്ങൾ, കണ്ടക്ഷൻ, കൺവെക്ഷൻ. കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹീറ്റ് ട്രാൻസ്ഫറിനകത്ത് നമ്മൾ പഠിച്ച കുറേ ടോപ്പിക്കുകളുണ്ട്. അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് പഠിക്കണം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ലോസ് ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് നമുക്ക് ഇന്ന് തെർമൽ പ്രോപ്പർട്ടീസ് ഒന്ന് ഫിനിഷ് ചെയ്യാം അല്ലേ? അല്ല, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ദിവാലി. ഓക്കെ, നമുക്ക് എപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു കാര്യം എന്ന് പറയുന്നു, നമ്മുടെ ടൈം ടേബിൾ ഉള്ള ചേഞ്ച്. ചൊവ്വാഴ്ചയും ഇനി എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും നമ്മുടെ നോർമൽ ക്ലാസ്സുകൾ പെട്ടെന്ന് തീരും. തിങ്കളാഴ്ചയും വേറൊരു ദിവസവും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും ചെയ്യുന്ന ദിവസമാണ്. തിങ്കളാഴ്ച ഉറപ്പായിട്ടും കാണും, വേറൊരു ദിവസമാണ് ഞാൻ ഉറപ്പായിട്ടും പറയാം. അന്നേരം ഏകദേശം 5 ദിവസത്തോളം നമുക്ക് കാണും. നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ സിമ്പിളായിട്ട്, നമുക്ക് ഒരുപാട് കഷ്ടപ്പെടാതെ അടിപൊളിയായിട്ട് പഠിക്കാം. ഈ ടൈം ടേബിളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. തിങ്കളാഴ്ച ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യും അടിപൊളിയായിട്ട്. നോ ടെൻഷൻ. എന്നാലും നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഇങ്ങനെ 2-3 ടോപ്പിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മൊത്തത്തിലൊരു 2-3 ചാപ്റ്ററിനകത്ത്. പ്രത്യേകിച്ചും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി, മീൻ ഫ്രീ പാത്ത്, അതിന്റെ ഡെറിവേഷൻ, അങ്ങനെ ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അന്നേരം നിങ്ങൾ ഇനി എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം?
ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കുവാണെങ്കിൽ എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് ആയിട്ട് ഒരു സിസ്റ്റത്തിന്റെ പൊസിഷനോ മോഷനോ ഡിറ്റർമിൻ ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നമുക്ക് പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഇക്വേഷൻ ഒക്കെ വെച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക. അന്നേരം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു സിസ്റ്റത്തിന്റെ പൊസിഷനോ മോഷനോ അണ്ടർലൈൻ ചെയ്ത് എഴുതിക്കണം. പൊസിഷനോ മോഷനോ ഡിറ്റർമിൻ ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എളുപ്പത്തിൽ പറഞ്ഞാൽ നമുക്ക് 3 ആക്സിസ് ഇല്ലേ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. നമ്മൾ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരം 1 ഡയമെൻഷൻ മോഷൻ ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 ആണ്. കാരണം അവിടെ എക്സ് ആക്സിസ് മാത്രമേ, ഒരു ആക്സിസ് മാത്രമേ, ഏതെങ്കിലും ഒരു ആക്സിസ്, എക്സ്, വൈ ഓർ ഇസഡ്, ഏതെങ്കിലും ഒരു ആക്സിസ്. 2 ആക്സിസ് വരികയാണ്, എക്സും വൈയും വരുവാണെങ്കിൽ 2 ഡയമെൻഷൻ മോഷൻ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എഴുതിയിരിക്കണം ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2 ആണ്. 3 ഡയമെൻഷൻ മോഷൻ ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര ആയിരിക്കും? 3 ആണ്. എന്നിട്ട് നിങ്ങൾ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെ കൂട്ടത്തിൽ ഇതുകൂടെ അങ്ങ് എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും. അന്നേരം ഫോർ 1 ഡയമെൻഷണൽ മോഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് 1, 2 ഡയമെൻഷണൽ മോഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് 2, and 3 ഡയമെൻഷണൽ മോഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് 3. അന്നേരം ഡെഫിനേഷൻ എഴുതുക, ഇത്രയും കാര്യങ്ങളോട് എഴുതി വെച്ചേക്കുക. അന്നേരം നമുക്ക് 2 മാർക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ ഇതിന്റെ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡയറ്റോമിക്കും ട്രയറ്റോമിക് മോളിക്യൂളൊക്കെ ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. അന്നേരം ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് കണ്ടക്ഷന്റെ ഒക്കെ ആപ്ലിക്കേഷൻ, ചെറിയ ആപ്ലിക്കേഷൻ. പക്ഷെ അതൊന്നും നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതൊക്കെ ഒന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അത് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു, ഹീറ്റ് ട്രാൻസ്ഫർ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഹീറ്റ് ട്രാൻസ്ഫറിനകത്ത് നമ്മൾ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ പഠിച്ചു. ഈ കണ്ടക്ഷനും കൺവെക്ഷനും ഒക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് ആപ്ലിക്കേഷൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ റീസൺ പറയാമെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ബെർണോളിസ് തിയറം, ക്യാപിലാരിറ്റി ആണെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ക്യാപിലാരിറ്റി, ടെർമിനൽ വെലോസിറ്റി ആണെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ടെർമിനൽ വെലോസിറ്റി. അതിന് 1 മാർക്കിന് കിട്ടും, 2 മാർക്കാണ് ഉറപ്പാണ്. അതുപോലാണ് ആപ്ലിക്കേഷൻസ് ഓഫ് കണ്ടക്ഷൻ. ഇത്രയും ആപ്ലിക്കേഷൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതായത് നമുക്ക് കണ്ടക്ഷന്റെ 4 ആപ്ലിക്കേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ആപ്ലിക്കേഷൻ ഏതാണെന്ന് നമുക്ക് അറിയണം. ഇത് ഏതിന്റെ ആപ്ലിക്കേഷൻ ആണെന്ന് അറിയാൻ പറ്റാത്തതാണ് നമ്മൾ പരാജയപ്പെടുന്നത്, അന്നേരം എഴുതാൻ പറ്റാത്തത്. അന്നേരം നമ്മൾ ഉറപ്പായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ഏതിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു, ഇപ്പൊ ഇത് വുഡൻ കുക്കിംഗ് വെസൽസ് ആർ പ്രൊവൈഡ് വിത്ത് വുഡൻ ഹാൻഡിൽ എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ് ഈസ് ഡ്യൂ ടു കണ്ടക്ഷൻ. ക്ലിയർ, 1 മാർക്ക്. പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് അതിന്റെ പോയിന്റ് മാത്രം എഴുതിയാൽ മാത്രം. ആ ഒരു സെൻറ്റൻസ് എഴുതാൻ നിങ്ങൾ മറന്നു പോവുകയേ ചെയ്തു. ഓക്കെ, ഞാൻ ആദ്യത്തെ ആപ്ലിക്കേഷൻ കുറിച്ചോട്ട് പോവാം. കുക്കിംഗ് വെസൽസ് ആർ പ്രൊവൈഡഡ് വിത്ത് വുഡൻ ഹാൻഡിൽ എന്ന് അതിന്റെ അർത്ഥം ഈസി ആയിട്ടൊരു ഉത്തരവല്ലേ. ഇതെല്ലാം എളുപ്പമാണ്. കാരണം നമ്മുടെ പാചകം ചെയ്യുന്ന യൂട്ടൻസിൽസ് അല്ലെങ്കിൽ പാത്രങ്ങൾ, അതിന്റെ ഹാൻഡിൽ എപ്പോഴും വുഡ് കൊണ്ടായിരിക്കും, തടി കൊണ്ടായിരിക്കും മിക്കവാറും. കാരണം എന്താണ്, വുഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ്, നോട്ട് ദി പോയിന്റ്. പുവർ കണ്ടക്ടർ ഓഫ് ദി ഹീറ്റ് ആണ്, അല്ലെങ്കിൽ ഇൻസുലേറ്റർ ആണ് ഇത് വുഡ് എന്ന് പറയുന്നത്. അന്നേരം ഒരിക്കലും ഹീറ്റ് അതിനകത്തോട്ട് പാസ് ചെയ്യത്തില്ല. അത് നമുക്ക് ഈസി ആയിട്ട് ആ വുഡൻ ഹാൻഡിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എടുത്ത് വെക്കാനും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനും ഒക്കെ നമുക്ക് വളരെ ഈസിയാണ്. കാരണം നമുക്ക് പ്രശ്നമില്ല, ഹീറ്റ് ചൂടാകത്തില്ല എന്നുള്ളൊരു ഇതാണ്. എൻ്റെ വുഡൻ ഹാൻഡിൽ എപ്പോഴും എന്തുകൊണ്ട് വുഡ് എടുക്കാനുള്ള കാരണം, വുഡ് പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്, അല്ലെങ്കിൽ ഇൻസുലേറ്റർ ആണ് വുഡ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. ഡെയിലി ലൈഫ് ആപ്ലിക്കേഷൻ അല്ലേ, അടുക്കളയിൽ കയറുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇൻ വിന്റർ മെറ്റൽസ് ആർ കോൾഡ് ടു ടച്ച്. ഇൻ വിന്റർ മെറ്റൽസ് ആർ കോൾഡ് ടു ടച്ച്. ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് ഏതാണ്ടൊക്കെ എഴുതി വെക്കും. അതിന്റെ ആദ്യത്തെ റീസൺ നിങ്ങൾ ഇറ്റ് ഈസ് ഡ്യൂ ടു കണ്ടക്ഷൻ, ആണ്. ഇനി എന്താണ് മെറ്റൽ, ഈ വിന്ററിൽ മെറ്റൽസിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ, ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചറിനെ കാട്ടി കുറവായിരിക്കും. എവിടെ? വിന്റർ സീസണിൽ. വിന്ററിൽ നമ്മുടെ
ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, മെറ്റൽസിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ബോഡിയുടെ ടെമ്പറേച്ചറിനെക്കാട്ടിൽ കുറവായിരിക്കും. അതാണ് എൻ്റെ മെയിൻ റീസൺ. അത് നമുക്ക് തൊടുമ്പോൾ ഉറപ്പായിട്ട് അവിടെ എന്ത് ചെയ്യും, ഒരു കോൾഡ്, ഒരു തണുപ്പ് അനുഭവപ്പെടും. ഇങ്ങനെയുള്ള റീസൺ മാത്രം നിങ്ങൾ എഴുതി പോയാൽ മതി. ആധികാരികമായി പഠിക്കേണ്ട ആവശ്യം ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഇല്ല. പറയേണ്ട ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പം സീ ബ്രീസും ലാൻഡ് ബ്രീസും പറയുകയാണെങ്കിൽ പോയിന്റ് ആയിട്ട് എഴുതാം. ഇത് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ബേർഡ്സ് സ്വെൽ ഫെദേഴ്സ് ഇൻ മീറ്റർ. ഇതേപോലെ തന്നെ എയർ എന്ന് പറയുന്ന ഒരു പുവർ കണ്ടക്ടർ ആണ്, ഇറ്റ് ഈസ് ഡ്യൂ ടു കണ്ടക്ഷൻ ആണ്. ഇങ്ങനെയൊക്കെ മാത്രം അതിനകത്ത് റീസൺ ആയിട്ട് എഴുതിപ്പോയാണ്. ഓക്കെ, നോട്ടിന് അതുപോലെ ഞാൻ തന്നിട്ടില്ല. ഇത് ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. ഹോളോ ബ്രിക്സ് ഇൻ കൺസ്ട്രക്ഷൻ, അത് നമുക്ക് അറിയാവുന്നതാണ്. ഈ നമ്മുടെ കൺസ്ട്രക്ഷൻ എല്ലാം വീട് പണിയുമ്പോൾ നമ്മൾ ഹോളോ ബ്രിക്സ് ഉപയോഗിക്കാനുള്ള കാരണം എന്തിനു വേണ്ടി യഥാർത്ഥത്തിൽ അന്നേരം ഇറ്റ് ഈസ് ഡ്യൂ ടു കണ്ടക്ഷൻ ആണെങ്കിൽ പോലും നമ്മുടെ വീടിനകത്ത് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഒരു കൂളിംഗ്, ഒരു ചെറിയ രീതിയിലെങ്കിലും നല്ല ചുട്ടു പഴുക്കുന്ന അവസ്ഥ മാറിയിട്ട് ഒരു കൂളിംഗ് കിട്ടാൻ വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്, ഹോളോ ബ്രിക്സ് ഉപയോഗിക്കുന്നത്. കാരണം അത് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം പൊതുവെ പറയുമ്പോൾ ഏതിന്റെ ആപ്ലിക്കേഷൻ ആണ്, ഇറ്റ് ഈസ് ഡ്യൂ ടു കണ്ടക്ഷൻ. കൺവെക്ഷൻ വരുമ്പോൾ ഇതൊക്കെയുണ്ട്, ട്രേഡ് വിൻഡ്സ്, മൺസൂൺ. ചിലർ കേട്ടുപോലും കാണുന്നില്ല. നമ്മളെല്ലാം സെയിം പഠിച്ചേക്കുന്നതായിരിക്കും ലാൻഡ് ബ്രീസും സീ ബ്രീസും, വളരെ ഇമ്പോർട്ടൻറ്റ്. അന്നേരം ഇതൊന്ന് ഓർത്ത് വെക്കുക, പോയിന്റുകൾ മാത്രം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ചിലപ്പോൾ ഞാൻ എൻ്റെ നോട്ടിനകത്ത് ചിലപ്പോൾ അത് കാണത്തില്ല, ഞാൻ ഇതങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അടുത്തത് ആപ്ലിക്കേഷൻസ് ഓഫ് കൺവെക്ഷൻ. ക്ലിയർ ആയിട്ട് 1-2 വട്ടം കേട്ട് അങ്ങ് പഠിക്കുക. ഓക്കെ, അടുത്ത ടോപ്പിക്കിലോട്ട്. ഓക്കെ, അതായത് നമുക്ക് അടുത്ത കണ്ടക്ഷന്റെ ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടി. അടുത്തത് ആപ്ലിക്കേഷൻ ഓഫ് തെർമൽ കൺവെക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഏറ്റവും കൂടുതൽ വട്ടം ചോദിച്ചിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിനകത്ത് ഒന്ന്, ലാൻഡ് ബ്രീസും സീ ബ്രീസും. എന്താണ് ഈ സീ ബ്രീസും ലാൻഡ് ബ്രീസും? പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കുക. നമുക്ക് ഒരു പോയിന്റ് എന്താ പറയാ, ഇപ്പം ആദ്യം സീ ബ്രീസ് എടുക്കുക. ആദ്യത്തെ പോയിന്റ് ഇറ്റ് ഈസ് ഡ്യൂ ടു തെർമൽ കൺവെക്ഷൻ അല്ലേ? തെർമൽ കൺവെക്ഷൻ ആണ് കൺവെക്ഷൻ. ഇറ്റ് ഈസ് ഡ്യൂ ടു തെർമൽ കൺവെക്ഷൻ. ഒരു പോയിന്റ് ആയല്ലോ. 3 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, അതിൽ കൂടുതൽ ചോദിക്കത്തില്ല. 2 or 3 മാർക്ക് കൃത്യമായിട്ട് കിട്ടാനുള്ള പോയിന്റ് ആണ്. സീ ബ്രീസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു തെർമൽ കൺവെക്ഷൻ. രണ്ടാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ്, സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് സോയിൽ. വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് സോയിലിന്റെ സ്പെസിഫിക് ഹീറ്റിനെക്കാട്ടിൽ വളരെ കൂടുതലാണ്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന പോയിന്റ് ആണ് രണ്ട് ബ്രീസിന്. ബ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇളം കാറ്റാണ്. സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അന്നേരം ആദ്യത്തെ പോയിന്റ് ഇറ്റ് ഈസ് ഡ്യൂ ടു തെർമൽ കൺവെക്ഷൻ. 2 സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് സോയിൽ. 3 ഡേ ടൈമിലായിരിക്കും സീ ബ്രീസ്. 4ാമത്തെ പോയിന്റ് എയർ ഫ്ലോ ചെയ്യുന്നത് സീ ബ്രീസ് ആണെങ്കിൽ, ഇത്രയേ ഉള്ളൂ. സീ ബ്രീസ് ആണെങ്കിൽ ആദ്യം സീ അല്ലേ, സീ ടു ലാൻഡ് ആയിരിക്കും. എയർ ഫ്ലോ ചെയ്യുന്നത് സീ ടു ലാൻഡ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ സീ ബ്രീസ് ഓക്കെ വന്നു. എന്നോടൊപ്പം നിങ്ങൾ പോയിന്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ പെട്ടെന്ന്. ഇറ്റ് ഈസ് ഡ്യൂ ടു തെർമൽ കൺവെക്ഷൻ, സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് സോയിൽ, ഡേ ടൈമിൽ നടക്കുന്നതാണ്. പിന്നെ എയർ ഫ്ലോ ചെയ്യുന്ന എവിടെ സീ ബ്രീസ് ആണെങ്കിൽ സീ ടു ലാൻഡ്. അങ്ങനെയാണെങ്കിൽ ഇത് എളുപ്പമല്ലേ, ലാൻഡ് ബ്രീസ്. അവിടെ നിങ്ങൾ എഴുതിക്കോ. ചിലപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം ചോദിക്കാം, 2 കൂടെയും ചോദിക്കാം. ഇറ്റ് ഈസ് ഡ്യൂ ടു തെർമൽ കൺവെക്ഷൻ. നൈറ്റിൽ നടക്കുന്നതായിരിക്കും ലാൻഡ് ബ്രീസ്. ഇനി എന്തായിരിക്കും? സ്പെസിഫിക് ഓഫ് വാട്ടർ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് സോയിൽ. അത് രണ്ടിനും കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന പോയിന്റ്. ഇനി എയർ ഫ്ലോസ് ഫ്രം സീ ബ്രീസ് ആണെങ്കിൽ സീ ടു ലാൻഡ്, ലാൻഡ് ബ്രീസ് ആണെങ്കിൽ ലാൻഡ് ടു സീ. കമ്പാരിസൺ സിംപിളി അടിപൊളിയായിട്ട് ആപ്ലിക്കേഷൻ പഠിച്ചു. ഇത് ഒരുപാട് റിപ്പീറ്റ് ചോദിച്ചാണ് എടുത്തത് ഞാൻ പറഞ്ഞത്. അന്നേരം പോയിന്റ് കൃത്യമായിട്ടും ഇവാലുവേഷൻ ടൈമിൽ അധ്യാപകരൊക്കെ കീ പോയിന്റിന് എപ്പോഴും മാറും. ഇതിന്റെ കൂട്ടത്തിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ട്രേഡ് വിൻസും മൺസൂണും ഒക്കെ. അതായത് നിങ്ങൾ ട്രേഡ് വിൻസും മൺസൂണും ഒക്കെ ചോദിക്കുമ്പോൾ ഒരു ധൈര്യമായിട്ട് ഇറ്റ് ഈസ് ഡ്യൂ ടു തെർമൽ കൺവെക്ഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പഠിക്കുക. ക്ലിയർ ആയല്ലോ? പഠിച്ചപ്പോൾ തന്നെ കൊടുക്കുക. ഇനി നമുക്ക് ഒരുപാട് സമയം കളയണ്ട. ഓക്കെ, വീഡിയോ ഒക്കെ കേൾക്കുമ്പോൾ തന്നെ അതൊന്ന് പഠിച്ചു അവിടെ റെഡിയാക്കുക. ഇനി നമുക്ക് പഠിക്കാൻ പോകേണ്ടത് ബ്ലാക്ക് ബോഡിയാണ്. എന്താണ് ബ്ലാക്ക് ബോഡി?
എന്താണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ? നമുക്ക് സ്റ്റാർട്ട് സിലബസ് ആയിട്ട് ഔട്ട് സിലബസ് ആയിട്ട് പറഞ്ഞേക്കുന്നതാണെങ്കിൽ പോലും ചോദിച്ചിട്ടുള്ള 2 ലോസ് ഉണ്ട്. ആ ലോസ് കൂടെ ഒക്കെ ഒന്ന് പഠിക്കാം. പിന്നെ ന്യൂട്ടൺസ് ഓഫ് കൂളിംഗ്, ലാസ്റ്റ് തണുത്ത് നമുക്കങ്ങ് ഫ്രീസായി നല്ലപോലെ തണുത്ത് നമുക്കങ്ങ് വയ്ക്കാം, നിർത്താം അല്ലെ. എന്നാലും നമുക്ക് അടുത്തത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക്ക് ബ്ലാക്ക് ബോഡിയാണ്. ഒരു സമയത്ത് ഈ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നതിനകത്തെ ഒരു വലിയ സംഭവമായിരുന്നു ഈ ബ്ലാക്ക് ബോഡി. ഒരുപാട് വർഷങ്ങൾ ചോദിച്ചാണ് എന്നുകൊണ്ട് നമുക്ക് ഇവനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. ബ്ലാക്ക് ബോഡിയും അതിന്റെ 2 ലോസും ഒക്കെ നമുക്ക് പഠിക്കാം. അത് ഇത് പറഞ്ഞ പോലെ ചില സ്കൂളിലൊന്നും പഠിപ്പിക്കാൻ ചാൻസ് ഇല്ലാത്ത 2 ലോ ആണ്. കാരണം സിലബസിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ ചിലത് സ്റ്റാർട്ട് സിലബസ് ആണ്, സിലബസിൽ പറഞ്ഞിട്ടില്ലാത്ത ലോ ഒക്കെ ഉണ്ട്. എന്നാൽ പിന്നെ നമുക്ക് പഠിച്ചേക്കാം. ഒരു പക്ഷെ ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാം, സിമ്പിളാണ്. അന്നേരം എന്താണ് ഈ ബ്ലാക്ക് ബോഡി? ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ ഏത് വേവ്ലെങ്തിലുള്ള റേഡിയേഷനെ അബ്സോർവ് ചെയ്യുന്ന ബോഡിയെ പറയുന്ന പേരാണ് ബ്ലാക്ക് ബോഡി. അത് ഏത് വേവ്ലെങ്തിലുള്ള റേഡിയേഷനെ സ്വീകരിക്കും. അന്നേരം ഏത് വേവ്ലെങ്തിലുള്ള റേഡിയേഷൻ അബ്സോർവ് ചെയ്യുന്ന ബോഡിയെ പറയുന്ന പേരാണ് പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡിയാണ് അല്ലെ. അന്നേരം എന്താണ് ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ? സിമ്പിൾ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഈ ബ്ലാക്ക് ബോഡിക്ക് കൊടുക്കുക. എല്ലാ വേവ്ലെങ്തിനെയും അത് സ്വീകരിച്ചു വെച്ചിട്ടുണ്ട്. അന്നേരം ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറോ ഹീറ്റോ കൊടുത്തു കഴിയുമ്പോഴത്തേന് ഈ റേഡിയേഷൻസിനെ എല്ലാം ഇതങ്ങ് എമിറ്റ് ചെയ്യും. സ്യൂട്ടബിൾ ആയിട്ടുള്ള വേവ്ലെങ്തുള്ള റേഡിയേഷൻസിനെ എല്ലാം ഇതങ്ങ് എമിറ്റ് ചെയ്യുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. എന്തൊരു എളുപ്പമാണ്. എന്താണ് ബ്ലാക്ക് ബോഡി എന്ന് മനസ്സിലായോ? ഏത് വേവ്ലെങ്തിലുള്ള റേഡിയേഷനെയും അബ്സോർവ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ബ്ലാക്ക് ബോഡി. പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡിയുടെ പ്രത്യേകത അതാണ്. എന്താണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് വെച്ചാൽ നേരെ തിരിച്ചൊരു ഹീറ്റോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറോ ഈ ബ്ലാക്ക് ബോഡിയിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വേവ്ലെങ്ത് എന്ത് ചെയ്യും? എല്ലാ റേഡിയേഷനുള്ള വേവ്ലെങ്ത് ഇത് എമിറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ പറയുന്ന പേര് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഓക്കെ വാ. ഇനി 2 പ്രധാനപ്പെട്ട ലോസ് ഉണ്ട് ഇതിന്. അതിനകത്ത് ഒരെണ്ണം വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ആണ്. എന്താണ് വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ? 2 സ്റ്റെഫാൻ ബോൾട്സ്മാൻ ലോ. എന്തൊരു പവർ അല്ലേ, എന്തൊരു പേരുകളൊക്കെ അല്ലെ, അടിപൊളി പേരുകളൊക്കെ. അന്നേരം ഒരെണ്ണം വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ, ഇതിലൂടെയൊക്കെ നിങ്ങൾ പഠിക്കുക. ഒന്ന് നമുക്ക് കുറയ്ക്കണ്ട കേട്ടോ. 2 സ്റ്റെഫാൻ, ചിലര് സ്റ്റീഫൻ എന്നൊക്കെ പറയും, സ്റ്റെഫാൻ ബോൾട്സ്മാൻ ലോ. ഈ 2 ലോ പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. ഞാൻ വൃത്തിയായിട്ട് ലോ എഴുതിയിട്ടുണ്ട്. ലോ ഞാനൊന്ന് പറഞ്ഞു തരാം. ദി ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി മാക്സിമം വേവ്ലെങ്ത്, ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദി മാക്സിമം വേവ്ലെങ്ത്, സാധാരണ വേവ്ലെങ്ത് അല്ല, മാക്സിമം ആണ് വേവ്ലെങ്തിന്റെ, by which the energy emitted by a perfect black body അല്ലെങ്കിൽ ബ്ലാക്ക് ബോഡി is inversely proportional to absolute temperature. ഒരു വട്ടം 2 വട്ടം 3 വട്ടം കേട്ട് കഴിയുമ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ പഠിക്കും. ഓക്കെ, ഒന്നുകൂടെ. ദി ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി മാക്സിമം വേവ്ലെങ്ത് by which the energy emitted by a black body is inversely proportional to absolute temperature. ഇപ്പൊ ഏകദേശം പഠിച്ചില്ലേ, 50% പഠിച്ചില്ലേ? ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. The law states that the maximum wavelength by which the energy emitted by a black body is inversely proportional to absolute temperature. ആണ്. ഇത്രയേ ഉള്ളൂ. ഇതിനു വേണ്ടി നമുക്കൊരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ. എന്നിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതാം സിമ്പിൾ ആയിട്ട്. അന്നേരം ആദ്യം ലോ ക്ലിയർ ആയിട്ട് അങ്ങ് ഓടിച്ചു. The law states that the maximum wavelength by which the energy emitted by a black body is inversely proportional to absolute temperature. ഇങ്ങനെ നിങ്ങളും പഠിച്ചിരിക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി ഇക്വേഷൻ ഒന്ന് നോക്കിയേ. ദി മാക്സിമം വേവ്ലെങ്ത് സാധാരണ ഡിനോമിനേറ്റർ ലാംഡയാണ്. അന്നേരം മാക്സിമം ആയതുകൊണ്ടാണ് ലാംഡ താഴെയായിട്ട് നമ്മൾ എം എന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പം കുളവായെന്ന് തോന്നുന്നു, ഞാൻ എഴുതി കുളവാക്കുന്നു. ഓക്കെ, ലാംഡ എം മാക്സിമം വേവ്ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി എന്താണ് ഇവിടെ 1/, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ് T. അന്നേരം മാക്സിമം വേവ്ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. സമയമായിട്ട് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറണമെങ്കിൽ കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കണം. ലാംഡ എം ഈക്വൽ ടു ബി ഇൻറ്റു 1/T. ആ ബി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇത് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ലാംഡ എം ഇൻറ്റു ഇതാണ്ട് ലാംഡ എം ഇൻറ്റു ടി, ഒന്നും വലിയ സംഭവമൊന്നും അല്ല, ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു ബി.
ആ ബി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് പറയുന്ന പേര് വീൻസ് കോൺസ്റ്റന്റ് എന്നാണ്. എന്താണ് വീൻസ് കോൺസ്റ്റന്റ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല ഇതിന്റെ വാല്യൂ ഒക്കെ എൻട്രൻസിനൊക്കെ ചോദിക്കുന്നതാണ്. അന്നേരം ബി ഈസ് കോൾഡ് വീൻസ് കോൺസ്റ്റന്റ്. ഇറ്റ്സ് വാല്യൂ ഈസ് ബി ഈസ് ഈക്വൽ ടു 2.892 into 10 raised to -3 മോൾ കെൽവിൻ. കൃത്യമായിട്ട് എന്റെ വാല്യൂടെ ഓർത്തിരിക്കണം. നിങ്ങൾ ചെയ്യേണ്ടത് വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ചോദിക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് എഴുതണം. എന്നിട്ട് ലാംഡ എം ഈസ് പ്രൊപ്പോർഷണൽ ടു 1/t. ലാംഡ എം ഈസ് ഈക്വൽ ടു b into 1/t. ലാംഡ എം into t is equal to b, where b is called a means constant. The value of b is equal to 2.892 into 10 raised to 3 mole Kelvin. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് മാക്സിമം 2 മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. ഈ 2 മാർക്കും 3 മാർക്കുമാണ് നമ്മൾ ഒരുപാട് കൺഫ്യൂസിങ് ആക്കുന്നത്. നമ്മൾ ചോയ്സ് ഒന്നും വെക്കാൻ നിങ്ങൾ പഠിച്ചോണം, തകർത്തങ്ങ് പഠിച്ചോണം. അന്നേരം ബ്ലാക്ക് ബോഡി, ലോസ് ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ആദ്യത്തെ വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ക്ലിയർ ആയല്ലോ, ക്രിസ്റ്റൽ ക്ലിയറാ. അടുത്തത് സ്റ്റെഫാൻ ബോൾട്സ്മാൻ ലോ. ഇതിനെക്കാട്ടി എളുപ്പം, ഈസി ആയിട്ട് പഠിക്കും. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലാക്ക് ബോഡിയുടെ രണ്ടാമത്തെ ലോ. നമ്മളിപ്പോ പഠിച്ച ലോയുടെ പേരെന്തോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. ചിലർ ഇത് ആദ്യമായിട്ടായിരിക്കും പഠിക്കുന്നത്, ചിലർ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ശ്രദ്ധിക്കുക. അടുത്തത് സ്റ്റെഫാൻ ബോൾട്സ്മാൻ ലോ. ലോ ബ്ലാക്ക് ബോഡിയുടെ ലോസിൽ രണ്ടാമത്തെ ലോയാണ്. അന്നേരം പഠിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയല്ലേ ഉള്ളൂ, ഈസി ആയിരുന്നല്ലോ പഠിക്കാം. നോക്കൂ, ദി ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി ടോട്ടൽ എനർജി എമിറ്റഡ് ബൈ എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 4th power ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ആദ്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു എന്തൊക്കെയാണ് പറഞ്ഞങ്ങോട്ട് ഒരു 2 വട്ടം പറഞ്ഞ് 3ാമത്തെ വട്ടം നിങ്ങൾ പഠിച്ചു കഴിയും. ഒന്നുകൂടെ നോക്കൂ, കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്നവരെ പഠിപ്പിക്കുന്നത്. The law states that the total energy emitted by a perfect black body, നമ്മൾ പറഞ്ഞു എന്താണ് perfect black body, is directly proportional to 4th power of absolute temperature. ഇപ്പൊ നിങ്ങൾക്കൊരു 50% കത്തി ആ സ്റ്റേറ്റ്മെന്റ് ലോ ഒന്നുകൂടെ പറയാം. The law states that the total energy emitted by a perfect black body, ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 4th power ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഒന്നുകൂടെ പറഞ്ഞു ഞാൻ നിർത്തി, അതിൽ ഇക്വേഷനോട് പെട്ടെന്ന് പോവാം. The law states that the total energy emitted by a perfect black body is directly proportional to 4th power of wavelength. സിമ്പിൾ. ഇനി നമ്മൾ ഇക്വേഷനോട് കയറുകയും ടോട്ടൽ എനർജി ഞാൻ E എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 4th power ഓഫ് wavelength. ഇപ്പം സ്ക്വയർ ഓഫ് wavelength ആണെങ്കിൽ സ്ക്വയർ ഓഫ് 4th power ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അന്നേരം സ്ക്വയർ ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണെങ്കിൽ ടി സ്ക്വയർ എന്ന് എഴുതാമായിരുന്നു, ക്യൂബ് എന്ന് പറഞ്ഞാൽ ടി ക്യൂബ് എന്ന് എഴുതാമായിരുന്നു. 4th power എന്ന് പറയുമ്പോൾ ടി റേസ് ടു 4 4th power ഇങ്ങനെ എഴുതട്ടെ. അന്നേരം E എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി is directly proportional to 4th power of absolute temperature. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണം, നമ്മൾ സ്വാഭാവികമായിട്ട് കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കണം. ആ കോൺസ്റ്റന്റ് ആണ് ഈ സിഗ്മ, സ്മോൾ സിഗ്മ. ഇങ്ങനെ ഒരു സിഗ്മ ഉണ്ട്, അതല്ല, അത് സമ്മേഷന്റെ സിഗ്മ. ഇത് സ്മോൾ സിഗ്മ. ആ കോൺസ്റ്റന്റ് സിഗ്മ ഇൻടു ടി റേസ് ടു 4 where sigma is called Stephan's constant. കേട്ടോ, ക്ലിയർ ആയില്ലേ? അന്നേരം E is proportional to t raised to 4. E is equal to sigma into t raised to 4 where sigma is known as Stephan constant. വാല്യൂ എഴുതണമെന്ന് നിർബന്ധമില്ല, ഇന്നലെ അങ്ങ് പഠിച്ചേക്കണം. എൻട്രൻസിനും കൂടെ ഒന്ന് പഠിച്ചു വെച്ചു. സിഗ്മ is equal to 5.67 into 10 raised to -8 Wm raised to -2 K raised to -4. വാല്യൂ നിർബന്ധമില്ല, എന്നാലും പഠിച്ചു വെച്ചേക്കും. ഓക്കെ, അന്നേരം ഇതാണ് ഈസി ആയിട്ട് നമ്മൾ സ്റ്റെഫാൻ ബോൾട്സ്മാൻ ലോ പഠിച്ചു. നമ്മൾ ബ്ലാക്ക് ബോഡി പഠിച്ചു, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പഠിച്ചു, ലോസ് ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഇനി പഠിച്ചില്ല എന്ന് പറയരുത്. മീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ പഠിച്ചു, സ്റ്റെഫാൻ ബോൾട്സ്മാൻ ലോ പഠിച്ചു. അന്നേരം ബ്ലാക്ക് ബോഡിയൊക്കെ പഠിച്ച് സത്യം പറയാൻ നല്ല ചൂടായി. ഇനി നമുക്ക് തണുപ്പിച്ച് തണുക്കാൻ വേണ്ടി നമുക്കുണ്ട് അടിപൊളി ഒരു ലോ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഞാൻ ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ ഇതിന്റെയൊക്കെ അടിപൊളി ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. അന്നേരം ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് നമുക്കൊന്ന് തണുത്ത് വരാം. ഓക്കെ, നമുക്ക് അടുത്തത് തണുക്കാനുള്ള ലോയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഇത് കേട്ടോ, ഇത് പ്രോബ്ലം ആയിട്ടൊക്കെ ചോദിക്കാം. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. അതായത് ഞാൻ പറഞ്ഞു ബ്ലാക്ക് ബോഡി ഒക്കെ കഴിഞ്ഞ് നമ്മൾ റേഡിയേഷൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് തണുക്കാൻ ഫ്രിഡ്ജിനകത്ത് കയറിയിരിക്കുന്ന പോലാണ്
ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റും ഇക്വേഷനും വളരെ ഇമ്പോർട്ടന്റ്. ദി ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the rate of cooling of a hot body, the rate of cooling of a hot body, ഇന്ന് ഞാൻ പഠിപ്പിച്ച എല്ലാം നിങ്ങളെ കൊണ്ടങ്ങ് ഇപ്പം തന്നെ അങ്ങ് പഠിപ്പിക്കുക കേട്ടോ, ഓർത്തോണം. The rate of cooling of a hot body is directly proportional to the mean difference of the temperature of the body and the surroundings. ഈ പറഞ്ഞ പോലെ ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല അല്ലേ, രണ്ടാമത് ഒന്നുകൂടെ കേൾക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. The law states that the rate of cooling of a hot body, the law states that the rate of cooling of a hot body is directly proportional to the mean difference of the temperature of the body and the surroundings. ഇപ്പൊ 50% ഇനി പടാന്ന് പറയണം. The law states that the rate of cooling of a hot body is directly proportional to the mean difference of the temperature of the body and the surroundings. ലോ അതുപോലെ പഠിക്കണമെന്ന് വിചാരിച്ചാണ്, അതേപോലെ പഠിച്ചു വെക്കുക. ഇനി അത് എങ്ങനെ എഴുതുമെന്നുള്ള ലോ കൃത്യമായിട്ട് ഇക്വേഷൻ എഴുതാം. നോക്കാം. The rate of cooling of a hot body, നിങ്ങൾ ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചതാണ്, ഞാൻ പറഞ്ഞു തന്നതാണ് ഇങ്ങനെ ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ. Q is equal to mc theta, where Q is the quantity of heat, m is the mass, c is the specific heat capacity and theta is the ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഓർ ടെമ്പറേച്ചർ. രണ്ട് ടെമ്പറേച്ചർ തരുവാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു 1500 50 100 തരുവാണെങ്കിൽ 100 - 50 എന്ന് പറയുന്നതാണ് തീറ്റ, ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. ഒരു ടെമ്പറേച്ചർ തരുന്നുണ്ടെങ്കിൽ 50 മാത്രമേ തരുന്നുണ്ടെങ്കിൽ തീറ്റ 50 ആണ്. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ആണ് Q = mc തീറ്റ. ആ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. mc രണ്ട് ടെമ്പറേച്ചർ ആണെങ്കിൽ θ1 - θ2, രണ്ട് ടെമ്പറേച്ചർ എടുക്കുക θ1 θ2, അന്നേരം രണ്ട് ടെമ്പറേച്ചർ ഉണ്ട് θ1 - θ2. Rate of cooling of a hot body, rate ആവുമ്പോൾ ഡിവൈഡ് ബൈ t. Rate of change of velocity, velocity by time. Rate of changing of cooling of a hot body എന്ന് പറയുമ്പോൾ mc ആ ഇക്വേഷൻ ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. mc θ1 - θ2 by t is directly proportional to mean difference of temperature of the body. ബോഡിയുടെ ടെമ്പറേച്ചർ ആണ് θ1 θ2, അന്നേരം മീൻ എടുക്കുമ്പോൾ എങ്ങനെ വരും? θ1 + θ2 by 2. ഇപ്പം എയുടെയും ബിയുടെയും മീൻ എങ്ങനെ എടുക്കുന്നത്? a + b by 2. അങ്ങനെയാണെങ്കിൽ ബോഡിയുടെ ടെമ്പറേച്ചർ θ1 θ2 ആണെങ്കിൽ മീൻ എടുക്കുന്നത് θ1 + θ2 by 2. ആൻഡ് ദി സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻ ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി ആൻഡ് ദി സറൗണ്ടിങ്. സറൗണ്ടിങ്ങിന്റെ ടെമ്പറേച്ചർ ആണ് θ0. ഇക്വേഷൻ ഞാൻ ഇങ്ങനെ അടിപൊളിയായിട്ടൊരു ബോക്സിനകത്ത് ആക്കുക. ഇക്വേഷൻ എല്ലാം ഇങ്ങനെ ബോക്സിനകത്താക്കണം, മാർക്ക് ചറവറാന്ന് കിട്ടും. പക്ഷെ ബോക്സിനകത്ത് എഴുതിയിരിക്കുന്ന ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ചറവറ മാർക്കും പോകും. ഓക്കെ, അന്നേരം ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ mc θ1 - θ2 by t is proportional to mean difference എന്ന് പറയുമ്പോൾ θ1 + θ2 by 2 + θ0. അന്നേരം ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. എന്ത് ഈസിയാണ്, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇതിന്റെ പ്രോബ്ലം നമുക്ക് ചെയ്യാം. അന്നേരം ഓക്കെ, അന്നേരം നമ്മളിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, കുറേ കാര്യങ്ങൾ. നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഫിനിഷിംഗ് എത്തി. അടുത്ത ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെയ്തു തുടങ്ങും. ഓക്കെ, അത് വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തൊരു ചെറിയ ചാപ്റ്റർ തെർമോഡൈനാമിക്സ്. പക്ഷെ അതിനകത്ത് കുറേ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയുണ്ട്? ഓപ്പൺ സിസ്റ്റം, നിങ്ങൾ കെമിസ്ട്രി പഠിച്ച ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം, സിസ്റ്റംസ് ആൻഡ് സറൗണ്ടിങ്സ് അല്ലേ, 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, തെർമൽ ഇക്വിലിബ്രിയം, വർക്ക് ഡൺ ബൈ ഐസോതെർമൽ എക്സ്പാൻഷൻ, അത് ഹെവിയാണ്, വർക്ക് ഡൺ ബൈ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നിങ്ങളുടെ കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ, അതിന്റെ പാർട്സ്, അതിന്റെ ഗ്രാഫ്, കാർനോട്ട് സൈക്കിൾ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ട്രിപ്പിൾ പോയിന്റ് റെഫ്രിജറേറ്റർ, ഇങ്ങനെയുള്ള ടോപ്പിക് എല്ലാം അടങ്ങുന്ന വലിയ സംഭവമൊന്നുമല്ല. നമുക്ക് അടുത്ത ആഴ്ച തന്നെ നമുക്ക് അത് ഫിനിഷ് ചെയ്തിട്ട് പിന്നെ ഒരു ചെറിയ ചാപ്റ്ററുള്ള തെർമൽ പ്രോപ്പർട്ടീസ്, തെർമൽ പ്രോപ്പർട്ടീസ് അല്ല, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, അത് ഇതുപോലെ സിമ്പിളായിട്ട് പഠിക്കും. അതിനിടെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഒരു ഇഷ്ടം പോലെ സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. നിങ്ങൾ പഠിക്കേണ്ടവർ പഠിക്കേണ്ടവരല്ല, എല്ലാവരും പഠിച്ച് മുന്നോട്ട് അടിപൊളിയായിട്ട് വരിക. അതായത് ദീപാവലി ആഘോഷിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം,
കൈയും ഒക്കെ വളരെ ശ്രദ്ധിക്കുക. ആഘോഷങ്ങളൊക്കെ ആകാം, ഒരുപാട് ആഘോഷങ്ങളായി നമുക്ക് കൈയൊന്നും പരിക്കേൽക്കാതെ, കൈയും കാലും ഒക്കെ പരിക്കേൽക്കാതൊക്കെ ദീപാവലി ആഘോഷിക്കണം. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.